വെൽക്കം ബാക്ക് ടു ബ്രിൻറ്റോ ദി എൻസോ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തന്നെ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിപ്പോൾ ഫിറ്റ്നസ്സിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസ്, പേഴ്സണാലിറ്റി എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പോഡ്കാസ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാം. എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളത് ചെയ്തു തുടങ്ങി ആദ്യത്തെ ഒരു മൊമെന്റം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഡിസിപ്ലിൻ അങ്ങോട്ട് ബിൽഡ് ആകാൻ പറ്റുന്നില്ല, ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല. അന്നേരം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ചിന്തകളെ മാറ്റൂ, നമ്മളെ തന്നെ മാറ്റൂ. നിങ്ങൾ നേരത്തെ ഇത് കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ഗാർഡൻ പോലെ. നിങ്ങൾ അവിടെ എന്ത് വിതയ്ക്കുന്നോ അത് മാത്രമേ അവിടെ മുളച്ചു വരികയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സംശയത്തിന്റെ വിത്തുകളാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിതയ്ക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ സംശയങ്ങൾ മാത്രമേ വരുള്ളൂ. ഇത് തന്നെയാണ് സെൽഫ് ഡൗട്ടിനുള്ള കാരണം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ട് അത് സാധിക്കുമോ ഇല്ലയോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ വെച്ചാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ അഫ്കോഴ്സ് നിങ്ങളെ കൊണ്ടത് സാധിക്കില്ല, നിങ്ങൾക്കറിയാം. അതേസമയം ഞാനിതൊന്ന് ശ്രമിച്ചു നോക്കിയാലോ, ആ ചിന്തയ്ക്കൊരു വ്യത്യാസമുണ്ട്. കാരണം അവിടെ ശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആരേത് പറഞ്ഞാന്ന് എനിക്കറിയില്ല. ചേഞ്ച് ഈസ് നെവർ ഈസി ബട്ട് ഓൾവേസ് വർത്ത് ഇറ്റ്. മാറ്റം എന്നുള്ളത് എളുപ്പമല്ല, പക്ഷെ അത് അനിവാര്യമാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വിതയ്ക്കുന്നത്? സംശയത്തിന്റെ വിത്തുകളാണ് വിതയ്ക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതല്ലേ അവിടെ വളർന്നു വരികയുള്ളൂ. എന്താണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു, എന്താണ് സെൽഫ് ഡൗട്ട്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സെൽഫ് ഡൗട്ട് വരുന്നത്? നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കഥ വെച്ച് ഞാൻ പറഞ്ഞുതരാം. റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അവൻ IT-യിൽ ഇലക്ട്രിക്കൽ ആണ് പഠിച്ചത്. നോർമലി ഒരു ഇലക്ട്രീഷ്യനായിട്ട് അവൻ ജോലിക്ക് പോവുകയും ചെയ്യുന്നു. അവൻ ആ പോയിരുന്ന സമയത്ത് അവന് കോഡിങ്ങിനോടൊക്കെ താല്പര്യമുണ്ട്. അപ്പം അവൻ എന്താ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു കീബോർഡ് വേണം. അവൻ്റെ ഒരു ആഗ്രഹം, അവൻ കീബോർഡ് ടൈപ്പ് ചെയ്യുക, കോഡ് ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർ. അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അവൻ ഫോണിൽ കണക്ട് ചെയ്യാവുന്ന ഒരു കീബോർഡ് വാങ്ങി ഫോണിൽ ചെറിയ കോഡിങ്സ് ചെയ്തു തുടങ്ങി. അവിടെ നിന്ന് കോഡിങ് പോയി പഠിച്ച് ഇന്നവൻ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്. ഇതിലെന്താണ് ഇത്ര വലിയ മോട്ടിവേറ്റിംഗ് എന്നല്ലേ? ഇലക്ട്രീഷ്യനായിട്ട് പോകേണ്ടിയിരുന്ന ആള് എങ്ങനെ ഒരു കോഡിങ്ങിലേക്ക് വന്നു? അതായത് അയാൾ ചിന്തിച്ചത് ഒരു ഇലക്ട്രീഷ്യനെ പോലെയല്ല. ഒരു ഇലക്ട്രീഷ്യനെ പോലെയാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്തിനവൻ കീബോർഡിനെ പറ്റി ചിന്തിക്കണം? അപ്പൊ അവന്റെ ചിന്തകളാണ് അവനെ മാറ്റിയതും ഇന്ന് അവനെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആക്കി മാറ്റിയതും. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത് അവരെ പോലെ ചിന്തിക്കുക. നിങ്ങൾ ആകാൻ പോകുന്ന ആളിനെ പോലെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷനെ നിങ്ങൾ കാണുക. അയാൾ എന്ത് ചെയ്യും, ഈ സിറ്റുവേഷനിൽ എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുക എന്നത് ആലോചിച്ച് അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ then definitely you're going to become the best version of yourself. അതിൽ യാതൊരു മാറ്റവും ഇല്ല, യാതൊരു സംശയവും ഇല്ല. കാരണം ഒരു വിജയിയാക്കുന്നത് അവന്റെ എഫേർട്സ് മാത്രമല്ല, അവൻ തോറ്റുപോകുന്ന സമയത്ത് അവൻ എന്തൊക്കെ ചെയ്യുന്നു എന്നത് കൂട്ടിയാണ്. വിജയ് എന്ന് പറയുന്നത് വിജയം മാത്രം കണ്ടുവരുന്നവനല്ല, ഒരുപാട് തോൽവികളെ ഫേസ് ചെയ്ത് മുന്നോട്ട് വരുന്നവനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് വേർഷനെ പോലെയാണോ ഇപ്പോൾ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ എന്തായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്? ചെറിയ സ്റ്റെപ്പുകളെ ഒന്നും ഒരിക്കലും ചെറുതായി കാണരുത്. ഒരു വീട് പണിയുന്ന എങ്ങനെ ആദ്യം ഒരു സ്റ്റേ കട്ട വെച്ച്, പിന്നെ അപ്പുറത്തൊരു സ്റ്റേ കട്ട വെച്ച്, അങ്ങനെ ഓരോ ചെറിയ സ്റ്റേ കട്ടകൾ ചേർത്ത് വെച്ചാണ് അവസാനം വലിയൊരു വീട് പണിയുന്നത്. അതുകൊണ്ട് വലിയ വീട് നേരെ ആക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഇറ്റ് ടേക്സ് ടൈം ബട്ട് ഇറ്റ് ഓൾസോ റിക്വയർസ് ദി സ്മോൾ ആക്ഷൻസ്. അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ ആക്ടിവിറ്റീസിനെ ഒന്നും ചെറുതായി കാണരുത്. നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും ആദ്യം മോട്ടിവേറ്റഡ് ആയി തുടങ്ങിയതിന് ശേഷം എന്തുകൊണ്ട് നിന്ന് പോകുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ഗോള് മാത്രമാണ് കാണുന്നത്. നിങ്ങളുടെ ചിന്തകളെ മാറ്റിയിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഉത്സാഹത്തിൽ തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ പോകുന്നു? കാരണം നിങ്ങൾ അന്നേരം തുടങ്ങിയത് ഒരു ഫാസിനേഷനിലാണ്. ഈ ഡിസിപ്ലിൻ ബിൽഡ് ആകുന്നതിൻ്റെ ഒരു കാരണം ഇറ്റ്സ് ദ സ്മോൾ ഡിസിഷൻസ് യു ടേക്ക് എവറി ഡേ. എല്ലാ ദിവസവും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെ ബേസ് ചെയ്തും കൂടിയാണ് ഈ ഡിസിപ്ലിൻ. അപ്പോൾ എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഭയങ്കര ഉത്സാഹത്തിൽ നമ്മൾ തുടങ്ങിയിട്ട് പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയി എന്ന് പലരും പറയുന്നത്? കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ബെസ്റ്റ് വേർഷനെ പോലെയല്ല. നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ ആണെങ്കിൽ
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പോയിന്റിലെത്താൻ നിങ്ങൾക്കറിയാം ഒരുപാട് നാളത്തെ കൺസിസ്റ്റന്റ് എഫേർട്ട് കൊണ്ടാണ് എത്തുന്നത്. ആ ആളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് യു വോണ്ട് സ്റ്റോപ്പ്, യു വിൽ നെവർ ക്വിറ്റ്. അപ്പൊ ഇനി അടുത്ത 30 ദിവസത്തേക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. എല്ലാ ദിവസവും നിങ്ങളെ പറ്റിയുള്ള ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും നിങ്ങളുടെ ഒരു ബുക്കിൽ എഴുതിയിടുക. എന്തിലാണ് ഞാൻ മിടുക്കൻ, എന്താണ് എനിക്കുള്ള ഒരു കുറവ്. ഇതിങ്ങനെ എഴുതി വരുമ്പോൾ ഒരു പക്ഷെ നിങ്ങളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എഴുതി തീർന്നു പോയേക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഇനി അടുത്ത പോസിറ്റീവ് എഴുതാനില്ലാത്ത ദിവസം നിങ്ങളുടെ ഫസ്റ്റ് എഴുതിയ നെഗറ്റീവ് എന്താണെന്ന് നോക്കുക. അതിനെ തിരുത്താൻ നിങ്ങൾ ശ്രമിച്ചു തുടങ്ങുക. ഇന്നോട്ട് ആ ശ്രമം തുടങ്ങി എന്നത് തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. ആ ശ്രമം തുടർന്നുകൊണ്ട് പോകുന്നത് ഇറ്റ്സ് അനദർ പോസിറ്റീവ്. അങ്ങനെ നേരത്തേക്കാൾ കൂടുതൽ പോസിറ്റീവ്സ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിൽ തന്നെ. അങ്ങനെ കൃത്യമായ 30 ദിവസം ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു സീ എ ചേഞ്ച് ഇൻ യുവർ സെൽഫ്. ഓർക്കുക, നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചേഞ്ചിങ് യുവർ മൈൻഡ് സെറ്റ് തന്നെയാണ്. തിങ്ക് ലൈക്ക് യുവർ ബെറ്റർ വേർഷൻ. സ്റ്റാർട്ട് സ്മോൾ, വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയെങ്കിൽ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്, ലൈക്ക് ഇറ്റ്, കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും